ഒപ്പം ഈ ചെറിയ കക്ഷികളുണ്ടല്ലോ അരുണ്, കെ രമയുടെ പാർട്ടിയുണ്ട്, ഒപ്പം ജി ദേവരായൻ്റെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, ഒപ്പം CMPയുമായി ബന്ധപ്പെട്ട് CMPക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാകും, പക്ഷേ അതിനുശേഷമുള്ള എന്താണ് അവർക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങൾ, അത്തരം JSS ഉണ്ട്. ഇത്തരം ആളുകളെ ബോർഡ് കോർപ്പറേഷൻ തലങ്ങളിലായിരിക്കുമോ പരിഗണിക്കുക? ചീഫ് വിപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള പദവികളിൽ അത്തരം പരിഗണനകൾ വരുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ UDF യോഗത്തിൽ ഉഭയകക്ഷി ചർച്ചകളിൽ ഒരു ധാരണയാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ചെറുകക്ഷികൾക്ക് എല്ലാവർക്കും പ്രാധാന്യമുണ്ടാകും. അതിൽ ഒരു സംശയമുള്ളത് കെ രമയുടെ പാർട്ടിയുടെ കാര്യം മാത്രമാണ്. കെ രമയ്ക്ക് മന്ത്രിസ്ഥാനം അവർ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ പാർട്ടി ഒരു പദവി ഏറ്റെടുത്തേ മതിയാകൂ എന്ന ഒരു നിലപാടുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്കും 2.5 വർഷം നൽകും. മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം നൽകണമോ അല്ലെങ്കിൽ ചീഫ് പദവിയിൽ അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് ഒതുക്കണമോ എന്ന കാര്യത്തിലും ചർച്ചകളുണ്ട്. കാരണം കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന് അത്ര എളുപ്പമല്ല ഈ കണക്കുകളിൽ ആളുകളെല്ലാം സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ ഗ്രൂപ്പ് പ്രശ്നമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനും കോൺഗ്രസിൽ വലിയ തർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാണി സി കാപ്പനെ ചീഫ് വിപ്പാക്കി അത്തരമൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയേക്കാം. ഈ ചീഫ് മന്ത്രിസഭയ്ക്ക് പുറമെ തന്നെ ക്യാബിനറ്റ് പദവി ആഗ്രഹിച്ച് നിരവധി ആളുകളുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ അത്തരമൊരു മാതൃക നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് VS കൊണ്ടുവന്ന ഒരു മാതൃക അന്ന് ഉണ്ടാക്കിയിരുന്നു. ആ സ്ഥാനം മോഹിച്ച് തന്നെ MK മുനീറിനെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്. ലീഗ് ആ പദവി ആവശ്യപ്പെടുന്നത് തന്നെ MK മുനീറിന് വേണ്ടിയാണ്. അതേ പദവി PJ ജോസഫും, അദ്ദേഹം ഇത്തവണ മത്സരിക്കാതെ മകനെയാണ് മത്സരിപ്പിച്ചത്. പക്ഷേ PJ ജോസഫും അത്തരമൊരു പദവി കൂടി ചീഫ് വിപ്പ് കിട്ടിയില്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു ആഗ്രഹം കൂടി ജോസഫ് ഗ്രൂപ്പിലുമുണ്ട്, കേരള കോൺഗ്രസിലുമുണ്ട്. അങ്ങനെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ചെറുകക്ഷികളെയൊക്കെ വലിയ പ്രശ്നമില്ലാതെ മയപ്പെടുത്താമെന്ന പ്രതീക്ഷ VD സതീശനുണ്ട്. ഒരു കാര്യമുള്ളത്, കടുത്ത നിലപാടിലൂടെ അവരെ അങ്ങ് മാറ്റി നിർത്താനും സതീശന് കഴിയില്ല. അതിന് കാരണം വലിയ പിന്തുണയാണ് കോൺഗ്രസിൽ വലിയ തർക്കമുള്ളപ്പോഴും ഘടകകക്ഷികൾ വലിയ പിന്തുണയാണ് VD സതീശൻ നൽകിയത്. അതുകൊണ്ട് അവരെ പിണക്കാൻ സതീശൻ തയ്യാറാകില്ല. ഒരു ഫോർമുല സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ അത് എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിലാണ് ആശങ്കകൾ പൊതുവിൽ VD ക്യാമ്പിലുള്ളത്. പക്ഷേ സതീശന്റെ നിലപാട് തന്നെ വിജയിക്കും. അത് ഈ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനം പോലും സതീശൻ പറഞ്ഞ അപ്പുറത്തേക്ക് ഹൈക്കമാൻഡ് വലിയ സമ്മർദ്ദം ചെലുത്തില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ മറ്റു വഴികളിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ബസ്സാണത്. അദ്ദേഹം ഇത്തവണ മുഖ്യമന്ത്രി ആയില്ല, അവസാനം നഷ്ടപ്പെട്ടു. ഇനി മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നാൽ നഷ്ടം രമേശിന് മാത്രമാണ്. അതുകൊണ്ട് രമേശ് അത് ഏറ്റെടുക്കണമെന്ന ആവശ്യമുള്ളവരുമുണ്ട്. പക്ഷേ രമേശിന്റെ ഗ്രൂപ്പ് മാനേജർമാർ അതിശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. രമേശ് ചെന്നിത്തല തൃപ്തനാകുമോ? അദ്ദേഹത്തോടൊപ്പം കുറച്ച് MLA മാരുണ്ട്, അവർക്കുള്ള പദവികൾ കൂടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ചില വാർത്തകൾ കേട്ടത് ജോസഫ് വാഴക്കൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നില്ല. ജോസഫ് വാഴക്കിനെ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന രീതിയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ സണ്ണി ജോസഫ് മാറുകയാണെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കണം, തൻ്റെ വിശ്വസ്തനാണ് എന്നുള്ള ഡിമാൻഡും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാ ഡിമാൻഡുകളും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡുമായുള്ള KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ വെച്ചിട്ടുണ്ട്. സതീഷിനെയും ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അതിലേതൊക്കെ പ്രാവർത്തികമാകുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഈ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവാം. തനിക്കൊപ്പമുള്ളവരെയും സേഫാക്കുക എന്നുള്ള ഒരു കടമ കൂടി ഉണ്ടല്ലോ നേതാവിന്. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് അത്തരം ഒരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ ഏറ്റവും കൗതുകരമായ കാര്യം രമേശ് ചെന്നിത്തല പോലും സേഫ് അല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ ധനവകുപ്പ് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ വേണ്ട നിലപാടിലേക്ക് ഒരു പക്ഷേ VD ക്യാമ്പ് പോയേക്കാം. അത് വലിയ സംഘർഷങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷേ KC വേണുഗോപാൽ കൂടി അദ്ദേഹത്തിനൊപ്പം ചേർന്നാൽ കുറച്ചുകൂടി VD സതീശൻ്റെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാകും. പക്ഷേ രമേശ് ചെന്നിത്തല സ്വാഭാവികമായും അബിൻ വർക്കി അദ്ദേഹത്തിനൊപ്പം സജീവമായി നിൽക്കുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കിയൊക്കെ പുതുമുഖ MLA-മാരാണെങ്കിൽ പോലും അവർ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ദീർഘകാലമായി നിൽക്കുന്ന നേതാക്കളാണ്. യുവരംഗത്ത് അബിൻ വർക്കിയും അതുപോലെ ചാമക്കാല കഴിഞ്ഞ കുറേ നാളുകളായി ഒപ്പമുള്ളയാളാണ്. ഇനി മന്ത്രിമാരെ മാത്രമല്ല, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു ജോസഫ് വാഴക്കനെ KPC അധ്യക്ഷനാക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ജോസഫ് വാഴക്കൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം മത്സരിക്കാൻ ഏറ്റുമാനൂർ നോട്ടീസ് വരെ പോസ്റ്റ് വരെ അടിച്ച് 1.5 ലക്ഷത്തോളം പോസ്റ്റ് വരെ അടിച്ച് അങ്ങനെ പോലും വലിയ തിരിച്ചടിയുണ്ട്. അതിനുശേഷം മാറി നിൽക്കേണ്ടുന്ന ആളാണ് സ്വാഭാവികമായി. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്ന വലിയ ആവശ്യം ചെന്നിത്തല മുന്നോട്ട് വയ്ക്കും. എന്തായാലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ആൾ തന്നെ സണ്ണി ജോസഫ് മന്ത്രിയാകുമ്പോൾ പകരം KPC പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് വരും. അവിടെ അത് ജോസഫ് വാഴക്കൻ തന്നെ വേണമെന്ന നിലപാട് ചെന്നിത്തല തുറന്നാൽ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നില്ല. ഏതായാലും അത്തരം ആവശ്യങ്ങൾ കൂടി ചെന്നിത്തല മുന്നോട്ട് വയ്ക്കും, സമ്മർദ്ദം ശക്തമാക്കും. ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ പിണക്കമൊക്കെ ഈ ചില പദവികൾ കൂടി ലക്ഷ്യമിട്ടുള്ളത് എന്ന വിലയിരുത്തലാണ് പൊതുവിലുള്ളത്.
ഇപ്പോൾ അരുണുള്ളത് അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. വി ഡി സതീശൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാരെ നിശ്ചയിക്കണം, ഘടകകക്ഷി മന്ത്രിമാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം, രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണം. അങ്ങനെ ഓരോ തലങ്ങളിലും ചർച്ചകൾ നടക്കുകയാണ്. അത് മാത്രമല്ല, കേരളത്തിൻ്റെ 10 വർഷത്തെ ഭരണം, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. UDFൻ്റെ 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. അതിലിപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ സമരമുഖം കണ്ടിരുന്നു. KSRTC ബസ്സിൽ വനിതാ മോർച്ച പ്രവർത്തകർ, BJPയുടെ വനിതാ സെല്ല് പ്രവർത്തകർ വന്ന് പ്രതിഷേധം നടത്തുകയും മറ്റും ചെയ്തത്. അതെന്തിനെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നുവെങ്കിൽ പോലും അത്തരം സമരങ്ങൾ കൂടി ഇനി പുതിയ സർക്കാർ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം പ്രതിപക്ഷം ഉറങ്ങിക്കിടക്കില്ല. എപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോൾ, UDF ഭരിക്കുമ്പോൾ അതിശക്തമായ സമരപരിപാടികൾ, സമരമുറകൾ കൂടി കേരള ജനത കാണാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ, ഇപ്പോൾ ആശാ വർക്കർമാരുടെ വേതന വർധന അടക്കമുള്ള വാഗ്ദാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആൾ കൂടിയാണ് സതീശൻ. അതടക്കം അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അങ്ങനെ ഓരോ ചുവടും സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ സതീശന്റെ മുന്നിലുണ്ട്. അതെങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.